ശത്രുക്കളുടെ കുടിലതയേക്കാൾ സൂക്ഷിക്കേണ്ടത് കൂടെ നിന്നവരുടെ നിസ്സംഗതയാണ്. അസ്തിത്വമില്ലാത്ത ബന്ധങ്ങളെ വിശ്വസിക്കുന്നവർക്ക് സ്വന്തം കാൽക്കീഴിൽ നിന്നും മണ്ണ് ഒഴുകിപ്പോകുന്നതുപോലും തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ബന്ധങ്ങൾ വിലപ്പെട്ടതാണ്. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പഴയ രൂപത്തിൽ തിരിച്ചു കിട്ടില്ല ഒരിക്കലും. സംശയം നിങ്ങളുടെ ഹൃദയം നിറയാൻ അനുവദിക്കരുത്. നിങ്ങൾ കഴിയുന്നതും വേഗം അത് വായിക്കുക. കാലക്രമേണ സംശയം നിങ്ങളുടെ ബന്ധത്തെ തകർക്കും. അതിനോടൊപ്പം നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു വെക്കരുത്. കുടുംബം സ്വർഗമാണെങ്കിൽ അതിൽ വസിക്കുന്നവർ പരസ്പരം സഹകരിക്കണം. മാതാപിതാക്കൾക്ക് ആവോളം സ്നേഹം പകർന്നു കൊടുക്കാൻ മക്കൾക്ക് സാധിക്കണം. മരണപ്പെട്ടിട്ട് വിങ്ങിപ്പൊട്ടിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ പരിചരിക്കാൻ ശ്രമിക്കണം. ഒരാൾ വിശന്നിരിക്കുമ്പോഴാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് സ്നേഹവും. വീടാണ് ഓരോരുത്തരുടെയും സ്വർഗം. അവിടെ സംസാരവും വിട്ടുവീഴ്ചയും അംഗീകാരവും പരിലാളനവും പരിചരണയും പരിഗണനയും കിട്ടിയില്ലെങ്കിൽ ചിലരുടെ നരകവും. അവനവൻ്റെ ആദർശം മുറുകെ പിടിച്ച് ഉയർത്തിക്കാണിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ വ്യക്തിപരമായി അവഹേളിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക തന്നെ വേണം. വേദനകൾ ചിലപ്പോൾ ഒരു അനുഗ്രഹം തന്നെയാണ്. അത് നമ്മോട് ഒന്ന് നിൽക്കാൻ പറയും. കാണാതെ പോയതിലേക്ക് നോക്കാൻ അത് നമുക്ക് കാഴ്ചയാകും. നാം മറന്നതും നമ്മെ മറന്നതും തൊട്ടുതരും. നാം നമ്മെ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ശ്രദ്ധയാക്കും. എത്ര തന്നെ പരസ്പരം അടുത്താലും അറിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം അവരിലേക്ക് ഒരു ചോദ്യമോ സംശയമോ ഉന്നയിക്കാൻ നമുക്ക് അർഹതയില്ലെന്നും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്ന കാര്യവും ആദ്യം നമ്മൾ തിരിച്ചറിയണം. ആരിലേക്കും നമ്മൾ നുഴഞ്ഞു കയറരുത്. നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ടു പോകുക. എന്നാൽ ജീവിതം സന്തോഷകരമാകും. മൂർച്ചയും ആഴവും പരപ്പും അറിയണമെങ്കിൽ അവരവർ അനുഭവിക്കുക തന്നെ വേണം. അത് സങ്കടമായാലും സന്തോഷമായാലും. അറിയാതെ മൊഴിഞ്ഞ വാക്കുകളും അറിയാൻ വെമ്പുന്ന സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ കള്ളങ്ങളുമാണ് പലപ്പോഴും ഒരുപാട് സ്നേഹിച്ചവരെ തമ്മിൽ അകറ്റുന്നത്. ചിലരും ചിലതും ചിലർക്ക് മടുക്കുവോളം ഉള്ളതാണ്, ചിലർക്ക് മരിക്കുവോളം. എത്ര വലിയ തെറ്റുകളും നമുക്ക് തിരുത്താൻ ശ്രമിക്കാം. പക്ഷേ തെറ്റിദ്ധാരണ ചെറുതായാൽ പോലും അതൊരു പക്ഷേ തിരുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കൂട്ടുകാരുടെയും കൂട്ടത്തിലുള്ളവരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഒരു ചെറിയ തെറ്റ് പോലും ക്ഷമിക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ പൊരുത്തപ്പെട്ടു കൊടുക്കാനോ എങ്ങനെ ദൈവത്തോട് പറയും, എൻ്റെ നിരവധിയായ തെറ്റുകൾ ക്ഷമിക്കണേയെന്ന്. പലരും കൂടെയുള്ളവരുടെയും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നവരുടെയും കൂടെ കൂട്ടി അവരുമായി സന്തോഷിക്കുമ്പോഴെല്ലാം ഒന്നുമില്ലാത്തവരുടെ കൈപിടിച്ചുയർത്തി അവരുടെ സന്തോഷങ്ങൾ പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥമുണ്ടാകുന്നത്. നന്മയുള്ള മനസ്സുകൾ അതാണ്. പലതും ക്ഷമിക്കാറുണ്ട്, മറന്നുകളയാറുണ്ട്, പിന്നീട് ഓർക്കാറുമില്ല. പക്ഷേ ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞത് ഇനിയും ഉണ്ടാകില്ലെന്ന് കരുതിയത് തന്നെ വീണ്ടും സംഭവിക്കുമ്പോൾ പഴയത് ഓർക്കുക മാത്രമല്ല ഇനിയും അവിടെ വിശ്വാസത്തിന് ഇടമില്ലെന്ന് ഉറപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുമ്പോൾ വഴുതിപ്പോകുന്ന, ശരിയെന്ന് ഉറപ്പിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന, തെറ്റ് കരുതുമ്പോൾ പൂർണ്ണമായി ശരിയാക്കുന്ന ഒരു വലിയ കടങ്കഥയാണ് മനുഷ്യൻ. അവസാനിപ്പിക്കണം എന്ന് തോന്നുന്നിടത്തു നിന്നും 2 ചുവടുകൾ കൂടി മുന്നോട്ടു വെക്കണം. അതെന്തിനായിരുന്നു എന്ന് പിന്നീടുള്ള ചുവടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ജീവിത ചുറ്റുപാടിൽ കടന്നുപോയ വഴികളും വേദനയേറിയ അനുഭവ പാഠങ്ങളും കൊഴിഞ്ഞുപോയ സമയങ്ങളും എല്ലാം വലിയ പാഠങ്ങളാണ്, ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തവ. ഒരു ചെറുതിരിയും നാളെ നൽകാൻ കഴിയുന്ന ഇത്തിരി വെട്ടമാണ്. മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്നതെങ്കിൽ പോലും അത് നൽകാൻ ശ്രമിക്കുക.
ആ വെളിച്ചത്തിലൂടെ അവർ സന്തോഷവും സാന്ത്വനവും സമാധാനവും തെളിഞ്ഞു കാണട്ടെ. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. സ്വയം ഉപേക്ഷിച്ച് എവിടേക്കും ഓടിച്ചെല്ലരുത്. ഒഴിവാക്കുന്ന നേരം ചേക്കേറാൻ ഒരു ഇടമില്ലാതാകും. ഒരു വാക്കിൽ ആശ്വാസം തരുന്നവർ, ഒരു പുഞ്ചിരിയിൽ വേദനകൾ അകറ്റുന്നവർ, ഒറ്റപ്പെടലുകളിൽ ചേർത്തു നിർത്തുന്നവർ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ, ഇങ്ങനെയുള്ള ചില മനുഷ്യരുള്ളതുകൊണ്ടാണ് ഓരോ ജീവിതവും സുന്ദരമാകുന്നത്. ഇതെല്ലാം ഒരാളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്ക് അവരെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതി കൂടിയിട്ടാണ്. കാത്തു നിൽക്കാൻ എന്തെങ്കിലുമൊന്ന് ഉണ്ടാവുമ്പോൾ മറ്റെല്ലാം മനുഷ്യൻ മറക്കുന്നു. അതാണ് മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത്. മനുഷ്യർ സ്വാർത്ഥരാണ്. ഒരു പരിധിക്കപ്പുറം ആരും നിങ്ങളുടെ കാര്യത്തിൽ താൽപ്പര്യപ്പെടില്ല. അത് നിങ്ങൾ സ്വന്തമെന്ന് വിചാരിക്കുന്നവരോ എന്നും കൂടെയുണ്ടാകും എന്ന് ചിന്തിക്കുന്നവരോ ആരും, മാതാപിതാക്കൾ പോലും ഒരു അളവിനപ്പുറം കൂടെ കാണില്ല. അതുകൊണ്ട് ജീവിക്കേണ്ടത്, ജയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലസത ഇനിയും നിങ്ങൾക്ക് കൂടുതൽ വേദനകൾ നൽകാൻ പോകുന്നു എന്ന് ചുരുക്കം. മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയൊരു ശത്രു എന്നത് സംതൃപ്തി എന്ന വികാരമാണ്. നമുക്ക് കിട്ടിയ എന്തും, സ്നേഹം, പരിഗണന, ഇതെല്ലാം തൃപ്തിയില്ലെങ്കിൽ നമ്മൾ കൗതുകം തേടി അലയും. അസത്യം പരക്കുന്ന അതേ വേഗത്തിൽ സത്യം വ്യാപിച്ചിരുന്നു എങ്കിൽ ഏറെ ജീവിതങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. അറിഞ്ഞുകൊണ്ടും സ്വാർത്ഥത കൊണ്ടും പണം മോഹിച്ചും പക്ഷം ചേർന്നും തെറ്റിദ്ധാരണകളിലേക്ക് ചൂണ്ടപ്പെടുന്ന ചില വിരലുകൾ നന്മയിലേക്ക് ചൂണ്ടപ്പെട്ടിരുന്നെങ്കിൽ അകന്നുപോയവർക്കും അകറ്റി നിർത്തിയവർക്കും തിരിച്ചു വരാൻ അത് കാരണമാകുമായിരുന്നു. പാലിക്കാൻ കഴിയാതെ പോയ ചില വാക്കുകൾ, സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ, ആശിച്ചതും ആഗ്രഹിക്കുന്നതുമായ ചില സ്വപ്നങ്ങൾ, കണ്ണീരോടെ വിട്ടുകൊടുത്ത ചില ഇഷ്ടങ്ങൾ, എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ചില നൊമ്പരങ്ങൾ, ഇതൊക്കെയാണ് ചിലരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ. നമ്മളെക്കുറിച്ച് അന്വേഷിക്കാത്ത, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാത്ത, ആവശ്യങ്ങൾക്ക് മാത്രം ഓടിവരികയും അത് കഴിയുമ്പോൾ കാണാതാവുകയും ചെയ്യുന്ന മനുഷ്യരെ വിശ്വസിക്കരുത്. കളിപ്പാട്ടത്തിൻ്റെ വില പോലും നൽകാതെ ഒരിക്കൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. മാറി നിൽക്കാൻ തോന്നുന്ന മനസ്സിനെ മാറ്റി നിർത്താനും കഴിയും. അങ്ങനെ ഒരാളെ മറക്കണം എന്നല്ല, ഓർമ്മകളിൽ പോലും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക. പല വേദനകളും തനിയെ വരുന്നതല്ല, അതിനുള്ള വഴികൾ നമ്മൾ തുറന്നിട്ടതാണ്. ജീവിതയാത്രയിൽ വർഷങ്ങളുടെ ദൗർഘ്യമല്ല, പരസ്പരം മനസ്സിലാക്കുന്ന ഹൃദയങ്ങളാണ് ബന്ധങ്ങളുടെ അടുപ്പവും ഊഷ്മളതയും നിലനിർത്തുന്നത്. ചില സങ്കടങ്ങളുണ്ട്, ചില വേദനകളുണ്ട്, ചില വിങ്ങലുകളുണ്ട്. പലർക്കും പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്തവയും അനുഭവിച്ചു മാത്രം തീർക്കേണ്ടവയും. ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല. സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ജീവിത വിജയം. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ വളരെ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. സ്വന്തം സമയവും സാധ്യതകളും സന്മനസ്സോടെ മറ്റൊരാൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതും മനുഷ്യത്വമാണ്. ആവശ്യ നേരത്തെ ആത്മാർത്ഥമായി താങ്ങും തണലുമായിരിക്കുന്നവർ അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ ഒരിക്കലും നോക്കാറുമില്ല. സ്വയം ബലഹീനരായി തോന്നുമ്പോൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാൻ ഒരാളുണ്ട് എന്ന ചിന്ത നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. നെഞ്ചകത്തെ വേദനിപ്പിക്കാതെ പ്രതീക്ഷയും പ്രത്യാശയും തന്ന് കടന്നു പോകുന്ന മനുഷ്യർ ജീവിതാവസാനം വരെ നമ്മുടെ ഒളിമങ്ങാത്ത ഓർമ്മയിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസമർപ്പിച്ചത്, സ്നേഹിച്ചത് അതിനു യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.